ഇത് ഡങ് ഗേറ്റാണ്. ഡങ് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് മൗണ്ട് ടെമ്പിളിലേക്ക് അല്ലെങ്കിൽ ഗോൾഡൻ ടെമ്പിൾ അല്ലെങ്കിൽ അൽ അക്സ മസ്ജിദിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പ്രവേശനം. മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഡങ് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടിയും മുസ്ലിങ്ങളായവർക്ക് ലയൺ ഗേറ്റിലൂടെയും ഹെറോദ് ഗേറ്റിൽ കൂടെയാണ് എൻട്രൻസ് ഉള്ളത്. ഇത് വിലാപമതിലാണ് കേട്ടോ. വിലാപമതിലിൻ്റെ മേലെ കൂടി ഒരു ചെറിയ പോർഷനിലൂടെയാണ് നമ്മൾ ഡങ് ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് കടന്നു പോകുന്നത്. ഞാനിവിടെ കയറി വന്ന സമയത്ത് നല്ല സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് കേട്ടോ. ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളും ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുസ്ലിംസിനും മുസ്ലിംസ് അല്ലാത്തവർക്കും കയറി പോകാൻ വേണ്ടി രണ്ട് വഴി കൂടിയാണ് കയറ്റി വിടുന്നത്. 2 ഗേറ്റ് കൂടിയാണ് അവർ കയറ്റി വിടുക. അതുപോലെ സെക്യൂരിറ്റി ചെക്കിങ് ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ് ആണ്. ലിമിറ്റഡ് സമയം മാത്രമാട്ടോ ഇതിൻ്റെ ഉള്ളിൽ പ്രവേശനമുള്ളൂ. ഈ ഒരു ഭാഗത്തിന്, അതായത് നിങ്ങളിപ്പോൾ കാണുന്ന ഭാഗത്തിന്, ഇതിന് ഒരു പ്രാർത്ഥനാ ആലയമാണ്. ഇതിന് അൽ മസ്ജിദ് അൽ അക്സ എന്നും പേരുണ്ട്. കൂടാണ്ട് അൽ അക്സ മസ്ജിദ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ അറബി പേരുകൾ വലിയ പിടിപാടില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, പ്രൊനൗൺസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുന്നെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, അത് ആദ്യമേ പറയാണ്. കൂടാതെ ഇത് റാഷിദൂൻ ഖലീഫ ഉമ്മർ ഒന്നാമൻ്റെ കാലത്ത്, അതായത് 666 മുതൽ 650 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ കോമ്പൗണ്ടിൽ ഒരു ചെറിയ പ്രാർത്ഥനാലയമായിരുന്നു അദ്ദേഹം അന്ന് സ്ഥാപിച്ചത്. തുടർന്ന് 746 ഒരു ഭൂകമ്പത്തെ തുടർന്ന് അന്ന് സ്ഥാപിച്ച ആ ചെറിയ പ്രാർത്ഥനാലയം, അത് ചെറിയ പള്ളി അന്ന് തകർന്നു പോയി. പിന്നീട് 780 അബ്ബസിദ് ഖലീഫ അൽ വാഹിദി ഇത് പിന്നീട് കൂടുതൽ വിപുലീകരിക്കുകയാണ് ചെയ്തത്. അന്ന് അദ്ദേഹം നിർമ്മിച്ചതിന് 15 ഇടനാഴികളുണ്ടായിരുന്നു. അന്ന് നിർമ്മിച്ചതിന് 15 ഇടനാഴികളുണ്ടായിരുന്നു. ഒരു കേന്ദ്ര താഴികക്കുടവും ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമായിരുന്നു അന്ന് അദ്ദേഹം നിർമ്മിച്ചത്. തുടർന്ന് 1033 ജോർദാൻ റിഫ്റ്റ് വാലി ഭൂകമ്പത്തെ തുടർന്ന് വീണ്ടും ഈ പള്ളി നശിപ്പിക്കപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും ഫാത്തിമിദ് ഖലീഫ അൽ സാഹിർ 1021-26 കാലഘട്ടത്തിൽ പള്ളി വീണ്ടും പുനർനിർമ്മിച്ചു. അദ്ദേഹം അതിനെ 7 ഇടനാഴികളായി ചുരുക്കി. ഇപ്പം നിങ്ങൾ കണ്ടതിന് 7 ഇടനാഴികളേ ഉള്ളൂ കേട്ടോ. പക്ഷേ മുൻഭാഗം അദ്ദേഹം മൊസൈക്കുകൾ കൊണ്ട് പൊതിഞ്ഞ വിശാലമായ മധ്യ കമാനം കൊണ്ടും അലങ്കരിച്ചിരുന്നു. ഈ കാണുന്നതാണ് മൗണ്ട് ടെമ്പിൾ അല്ലെങ്കിൽ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്ന ഭാഗം. BC 1-ാം നൂറ്റാണ്ടിൽ ഹെറോദ് രാജാവാണ് നിർമ്മിച്ചത് എന്നാണ് ഇത് പറയപ്പെടുന്നത്. കൂടാതെ CE 637 നഗരം പിടിച്ചെടുത്ത സുൽത്താൻ മാഷിദുല്ലിൻ്റെയും ആദ്യകാല ഉമയ്യദ് ഫിലാത്തുകളുടെയും പ്ലാസയിൽ ആധിപത്യം പുലർത്തിയിരുന്നു ഈ ഭാഗത്ത്. അൽ അക്സ മസ്ജിദിൻ്റെ പ്രധാന ഭാഗം പ്രാർത്ഥനാ ഹാലും കുന്നിൻ്റെ മധ്യഭാഗത്തുള്ള ഡോം ഓഫ് ദ റോക്ക്, അത് ഉള്ളിൽ ചെല്ലുമ്പോൾ കാണാം കേട്ടോ, ഡോം ഓഫ് ദ റോക്ക് ആയിട്ടാണ് അദ്ദേഹം അന്ന് ക്രമീകരിച്ചിരുന്നത്. 692 CEയിലാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത് ഈ ഒരു ഭാഗത്തിൻ്റെ. അതിനെ തുടർന്ന് ഇത് ലോകത്തിലെ നിലവിലുള്ള ഏറ്റവും പഴയ ഇസ്ലാമിക് ഘടനകളിലൊന്നായി മാറിയിട്ടുണ്ട്. 3 ഗേറ്റുകളിലൂടെയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, 3 ഗേറ്റുകളിലൂടെയാണ് ഇതിലൂടെ പ്രവേശനം നടക്കുന്നത്. അതായത് 2 ഗേറ്റിൽ, ഈ മസ്ജിദിൻ്റെ പുറകു ഭാഗത്ത് 2 ഗേറ്റ് ഉണ്ട്. അതായത് ലയൺ ഗേറ്റും ഹെറോദ് ഗേറ്റിൽ കൂടെയും മുസ്ലിങ്ങൾക്ക് ഉള്ളിലോട്ട് പ്രവേശനവും. ഞാൻ കടന്നു വന്ന ഗേറ്റ് ഡങ് ഗേറ്റാണ് കേട്ടോ. ഞാൻ കടന്നു വന്ന ഗേറ്റിലൂടെയാണ് മുസ്ലിങ്ങളല്ലാത്തവർക്ക്, അതായത് മുസ്ലിങ്ങളല്ലാത്തവർ എല്ലാവരും, ആ വിസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഗേറ്റ് കൂടെയാണ്. കൂടാതെ യഹൂദ മതവിശ്വാസ പ്രകാരം ഏറ്റവും വിശുദ്ധമായ സ്ഥലമായിട്ടാണ് മൗണ്ട് ടെമ്പിൾ കാണുന്നത്. യഹൂദ പാരമ്പര്യവും വിശുദ്ധ ഗ്രന്ഥവും അനുസരിച്ച് ആദ്യത്തെ ക്ഷേത്രം ദാവീദ് രാജാവിൻ്റെ മകൻ സോളമൻ രാജാവ് BCE 957 പണി കഴിപ്പിച്ചതാണ്. ഇത് ബാബിലോൺ യുദ്ധത്തെ തുടർന്ന് നശിപ്പിക്കപ്പെട്ടിരുന്നു. ആദ്യ ക്ഷേത്രത്തിൻ്റെ പുരാവസ്തു തെളിവുകളെല്ലാം ഒന്നും അധികം അങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് ആദ്യ ക്ഷേത്രം ഇന്ന സ്ഥലത്തായിരുന്നു എന്നൊന്നും തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. മതപരമായും സെൻസിറ്റിവിറ്റിയും കാരണം മതപരമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് ശാസ്ത്രീയമായി ഇവിടെ ഒരു ഖനനം എന്നത് സാധ്യമല്ല. അതായത് ഖനനം എടുത്ത് അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ നടക്കത്തില്ല. കാരണം ഇത് പകുതി മുസ്ലിങ്ങൾക്കും പകുതി ജൂത മതവിശ്വാസികൾക്കും പകുതി ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കും ഉള്ളതാണ്. ഇതാട്ടോ ഡംബ് ഓഫ് ദ റോക്ക് എന്ന് പറഞ്ഞ സാധനം. ഡംബല്ല, ഡോം ഓഫ് ദ ചെയിൻ എന്നും ഇതിനെ പറയുന്നത് കേട്ടോ. ഡോം ഓഫ് ദ ചെയിൻ എന്നാണ് പറയുന്നത്. പഴയ ജെറുസലേമിലെ അൽ അക്സ മസ്ജിദിൻ്റെ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമാണിത്. CE 699-92 കാലത്ത് ഇത് സ്ഥാപിച്ചതായിട്ട് കരുതപ്പെടുന്നു.
ഉമയ്യദുകൾ നിർമ്മിച്ചതാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. കുരിശുയുദ്ധ കാലത്ത് ഇതൊരു ക്രിസ്ത്യൻ ചാപ്പലായിരുന്നു. ഈ ഭാഗം ഒരു ക്രിസ്ത്യൻ ചാപ്പലായിരുന്നു. അയ്യൂബികൾ ഒരു ഇസ്ലാമിക് പ്രാർത്ഥനാലയമായി പിന്നീട് അയ്യൂബികൾ വന്നതിന് ശേഷമാണ് പിന്നീട് ഇതൊരു പ്രാർത്ഥനാലയമായി പുനഃസ്ഥാപിച്ചു. മാലിക്കുകളും ഓട്ടോമാന്മാരും ജോർദാൻ ആസ്ഥാനമായുള്ള വാഗുകളും പിന്നീട് ഇത് നവീകരിച്ചു. കാരണം ഇത് ഒരാളുടെ കയ്യിലിരുന്ന ഒരു രാജ്യമല്ല, ഒരുപാട് കൈകളിലൂടെ മറിഞ്ഞ് പോകുന്ന ഒരു രാജ്യമാണ് കേട്ടോ. നിങ്ങളിപ്പം ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് എന്താ പറയുക, നല്ല മഴയ്ക്കുള്ള കോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ സമയത്താണ് ഞാൻ എടുത്തത്. ഞാൻ 2 വർഷമായിട്ട് ഇതിനുള്ളിൽ കയറാനുള്ളൊരു പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാറും കാര്യങ്ങളും യുദ്ധവും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഇവർ പിന്നെ പൂട്ടിയിടും, പിന്നെയും തുറക്കും, പിന്നെയും പൂട്ടും, ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കിത് പോകാൻ പറ്റി. അതൊരു വലിയ സന്തോഷമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ ആഗ്രഹിച്ച ഒരു സംഭവം കാണാൻ പറ്റുന്നൊരു ഇതുണ്ടല്ലോ. നിങ്ങൾ മേൽഭാഗം കാണുന്ന താഴേക്കുടം ഗോൾഡാണ് കേട്ടോ. അത് 1959 മുമ്പ് താഴേക്കുടം കറുത്ത ഈയം കൊണ്ട് മൂടിയതായിരുന്നു. അന്ന് ബാക്കി ഈ പരുവത്തിലല്ലായിരുന്നു. 1959-62 നടത്തിയ പുനർനിർമ്മാണ പ്രക്രിയയിലാണ് ലിഡിന് പകരം, അന്ന് ആ താഴേക്കുടം കറുത്ത ഈയമായ ലിഡിലായിരുന്നു നിർമ്മിച്ചുകൊണ്ടിരുന്നത്. പകരം സ്വർണ്ണ ഇലകൾ കൊണ്ട് പൊതിഞ്ഞ അലുമിനിയം വെങ്കല പ്ലേറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ആ ഗോൾഡ് കളറുള്ള ഭാഗം, അത് ഗോൾഡാണ് കേട്ടോ, ആ ഭാഗം അവർ പുനർനിർമ്മിച്ചത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയായിരുന്ന സമയത്ത് നമുക്ക് വീഡിയോ ഷൂട്ട് നമുക്ക് അറിയില്ല, നോക്കി ആകാശം കണ്ടാൽ അറിയാം. ഈ ഒരു ലുക്കിൽ എനിക്കിവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കുറച്ച് നല്ല വെയിൽ തെളിഞ്ഞു വന്നു. വെയിലിങ്ങനെ ഇങ്ങനെ തെളിഞ്ഞു നിന്ന ഒരവസ്ഥയായിരുന്നു. എന്തായാലും എനിക്ക് ആരോടാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷേ പ്രകൃതി എനിക്ക് നല്ലോണം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പാകത്തിന് വൃത്തിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ഗോൾഡൻ ഗേറ്റാണ്. കുറച്ച് അപ്പുറമായിട്ടൊരു ഗോൾഡൻ ഗേറ്റ് ഉണ്ട്. ഗോൾഡൻ ഗേറ്റിനെ കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹിന്ദുമത നാട്ടടക്കി വരുന്നത് ക്രിസ്ത്യൻ മതവിശ്വാസപ്രകാരവും ജൂതമത വിശ്വാസപ്രകാരവും മുസ്ലിം മതവിശ്വാസപ്രകാരവും അവരുടെ രക്ഷകൻ രണ്ടാമതായി വരും എന്ന് വിശ്വസിക്കുന്ന സ്ഥലം കൂടിയാണിത്. ഇപ്പം നിങ്ങൾ കണ്ട ഈ പള്ളി, അതായത് ആ കാണുന്ന ഗോൾഡൻ ഗേറ്റ് അതാണ് ഗോൾഡൻ ഗേറ്റ്. ആ ഗോൾഡൻ ഗേറ്റിൽ, അതായത് മൗണ്ട് ടെമ്പിളിൽ വന്നിട്ട് ഗോൾഡൻ ഗേറ്റ് വഴി അവരൊരു രക്ഷകൻ ഈ മൗണ്ട് ടെമ്പിളിലേക്ക് വരും എന്നാണ്. മൗണ്ട് ടെമ്പിളിലേക്ക് വരുന്നല്ല, ഒലീവ് മലയിൽ വന്നതിന് ശേഷം ഗോൾഡൻ ഗേറ്റിലൂടെ മൗണ്ട് ടെമ്പിളിലേക്ക് അവരുടെ രക്ഷകൻ രണ്ടാമത്തെ വരവ് വരും എന്നാണ് വിശ്വസിക്കുന്നത്. ജൂതമത വിശ്വാസികൾ രണ്ടാമത്തെ വരവല്ല, ഒന്നാമത്തെ വരവാണ് ജൂതമത വിശ്വാസികൾ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇതിൻ്റെ ആദ്യത്തെ ക്ഷേത്രം, അതായത് ഇവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് സോളമൻ്റെ ക്ഷേത്രമായിട്ടാണ്. ആദ്യ മനുഷ്യനായ ആദാമിനെ ദൈവം സൃഷ്ടിച്ച കാലത്ത് മുതൽ സോളമൻ രാജാവ് ഏകദേശം 990 മുതൽ 931 BCE നിർമ്മിച്ചതായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ ക്ഷേത്രത്തിന് 1,00,000 തലാത്ത് സ്വർണം, ഏകദേശം 3750 ടൺ സ്വർണ്ണമായിരുന്നു അന്ന് സോളമൻ രാജാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഇതിന് ആ ഒരു രീതിയിൽ തന്നെയാട്ടോ അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇന്നത്തെ അതിൻ്റെ മൂല്യമെന്ന് പറയുന്നത്, ഇതിൻ്റെ ഗോൾഡിൻ്റെ മൂല്യമെന്ന് പറയുന്നത് $45 ബില്യൺ ആ ഗോൾഡ് മേലെ ചെയ്തേക്കുന്ന ആ ഇല പോലെ ചെയ്തിട്ടില്ലേ, ആ ഗോൾഡിൻ്റെ മൂല്യം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാട്ടോ. അതായത് ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടും പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കര സെക്യൂറാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിനോ ഒന്നിനും ആരും കയറരുതെന്നോ അങ്ങനെയൊന്നും പറയില്ല. ഇങ്ങനെ എന്താ പറയുക, യുദ്ധത്തിൻ്റെ സമയത്ത് മാത്രം കുറച്ച് അടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഇവിടെ വേറൊരു പ്രശ്നങ്ങളുമില്ല കേട്ടോ. പക്ഷേ ഇവിടെ വരുന്ന ഞാൻ പറഞ്ഞില്ല, ഗോൾഡൻ ഗേറ്റിൻ്റെ അവിടെ യഹൂദ വിശ്വാസികൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഗോൾഡൻ ഗേറ്റിലാണ്. ഈ ഭാഗത്ത് വന്ന് മുസ്ലിംസ് പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് എല്ലാ സർവ്വമത വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനാലയമായിട്ടാണ് ഈ ഭാഗം കാണുന്നത്. അപ്പോൾ അതിൻ്റേതായ നിങ്ങൾക്കറിയാലോ, ഇപ്പം ഓൾറെഡി ഇവിടെ പ്രശ്നങ്ങൾ നടക്കുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഫുൾ ടൈം ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ മേൽഭാഗം കാണിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ എനിക്കതെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എനിക്കത് എന്താ പറയുക, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കണ്ടതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ വന്നത് തൊട്ട് ഇതിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അത് ഗോൾഡൻ ടെമ്പിൾ ആയിരുന്നു. അപ്പം അതെനിക്ക് കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അതാണ് കാര്യം. പിന്നെ യഹൂദ ആചാരപ്രകാരം ഏറ്റവും വിശുദ്ധമായ സ്ഥലമായിട്ടാണ് മൗണ്ട് ടെമ്പിൾ കാണുന്നത്.
അതായത് ഈ ഭാഗത്ത് ഏറ്റവും മുകളിലുള്ള അൽ അക്സ മസ്ജിദിൻ്റെ ഒരു കോമ്പൗണ്ടിൽ ഇസ്ലാമിലെ ഏറ്റവും പഴക്കമുള്ള പള്ളിയായിട്ടാണ് അവരിത് കാണുന്നത്. ഇസ്ലാമിലെ ഏറ്റവും പുണ്യസ്ഥലങ്ങളിലെ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഏറ്റവും പുണ്യസ്ഥലങ്ങളായ 3 വിശുദ്ധ മസ്ജിദുകളിൽ ഒന്നാണ് ഈ ഭാഗം കേട്ടോ. ഇതിനെ ശ്രേഷ്ഠമായ സങ്കേതം എന്നാണ് മുസ്ലിം വിശ്വാസപ്രകാരം അറിയപ്പെടുന്നത്. ഇതിൻ്റെ നടുമുറ്റത്ത് 4 ലക്ഷം ആരാധകർക്കേറെ, അതിലും കൂടുതൽ ആരാധകർക്ക് വന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദ് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടത് ഈ സ്ഥലത്താണെന്നാണ് വിശ്വസിക്കുന്നത്. യഹൂദ മതത്തിൽ എന്ന പോലെ മുസ്ലിങ്ങളും ഈ സ്ഥലത്തെ സോളമനുമായും സോളമൻ പണിതതെന്ന് ഇസ്ലാമിക മതവിശ്വാസ പ്രകാരം അവരും വിശ്വസിക്കുന്നു. 1948 മുതൽ 67 വരെ കിഴക്കൻ ജെറുസലേം മുഴുവനും ഈ ഭാഗവും ജോർദാൻ്റെ കീഴിലായിരുന്നു കേട്ടോ. ജോർദാൻ ഭരണകൂടത്തിൻ്റെ കീഴിലായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഭാഗങ്ങളൊന്നും ഈ ഭാഗങ്ങളല്ല, ഈ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരിയുടെ കീഴിൽ വന്നിരുന്നതല്ല. ഓരോ പ്രാവശ്യവും അത് ഓരോരുത്തരുടെ കയ്യിൽ ഇങ്ങനെ കൈമറിഞ്ഞ് പോയിരുന്ന സാധനമാണ്. അപ്പം ഇതിനെ ഒരുപാട് കാലത്തെ പഴക്കങ്ങളും, അത് ഒരു പ്രാവശ്യം വരുമ്പോൾ ഒരാൾ നശിപ്പിക്കുന്നു, അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേറെ ആൾ, അങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കൂടാണ്ട് നമ്മൾ കണ്ട മൗണ്ട് ടെമ്പിളിൻ്റെ അടിയിൽ നിന്ന് 1400 വർഷം പഴക്കമുള്ള 36 സ്വർണ്ണ നാണയങ്ങളുടെയും ഒരു വലിയ സ്വർണ്ണ മെഡലിൻ്റെയും ശേഖരം കണ്ടെത്തിയിരുന്നു. ആ ഒരു ശേഖരത്തിനെ ഇവർ പറയുന്നത് ഓഫൽ നിധി എന്നാണ് പറയപ്പെടുന്നത്. അത് 2013 ഓഫൽ നിധി കണ്ടുപിടിക്കുന്നത് കേട്ടോ. അത് പുരാവസ്തു ഗവേഷകനായ ഏലത്ത് മാസർ ജെറുസലേം മൗണ്ട് ടെമ്പിളിൻ്റെ ചുവട്ടിൽ നിന്നാണ് ഇത് കണ്ടുപിടിച്ചത്. ഇവിടെ ഈ വരുന്ന വണ്ടി ഉണ്ടല്ലോ, ഇത് ബാങ്ക് കൊടുക്കുന്ന വണ്ടിയാണ്. ഞാൻ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ഇട്ടേക്കാം കേട്ടോ. ആ വണ്ടി പാസ് ചെയ്ത് പോകുന്നുണ്ടോ, ഒരു ചെറിയ വണ്ടി അവിടെ കണ്ടോ, ആ മസ്ജിദിൻ്റെ മുമ്പിലായിട്ട് ഈ വണ്ടി. ഇത് ബാങ്ക് പള്ളിക്കുള്ളിലല്ല, പള്ളീൻ്റെ അത് നമ്മൾ കണ്ട മൗണ്ട് ടെമ്പിളിൻ്റെ എല്ലാ ഭാഗത്തേക്കൂടെ ഈ വണ്ടിയിലാണ് ബാങ്ക് കൊടുത്തിട്ട് പോകുക കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാനുള്ള പെർമിഷനുണ്ട്. പക്ഷേ അത് മുസ്ലിം പ്രാർത്ഥനാലയമാണ്. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല കേട്ടോ. അത് ഇപ്പോഴും പ്രാർത്ഥന കണ്ട് ഇവിടെ മൊത്തം ആൾക്കാർ തട്ടവിട്ടം, അവരെ പ്രത്യേകം തട്ടവിട്ട ആൾക്കാരുണ്ട് കേട്ടോ. അവർ പ്രാർത്ഥിക്കാൻ വന്നേക്കുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടാണ്ട് ഒരുപാട് ജൂതമത വിശ്വാസികളും ടൂറിസ്റ്റുകളായിട്ട് വരുന്നവരൊക്കെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. കൂടുതൽ ഞാൻ കുറേ ചരിത്രം നിങ്ങളിങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വെറുപ്പിക്കേണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഒരുപാട് ചരിത്രം ഞാൻ പറയാത്തത്. ഒരുപാട് അത്യാവശ്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത്യാവശ്യം എഴുതി വെച്ചതിന് അനുസരിച്ച് ഞാൻ പറയുന്നുമുണ്ട്. പിന്നെ ഇതിൻ്റെ 1999 കുരിശ് യുദ്ധക്കാർ ഈ ഭാഗം പിടിച്ചെടുത്ത ശേഷം മസ്ജിദ് ഒരു കൊട്ടാരമായും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനാലയമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അവരിത് കൊട്ടാരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. 1987 സഫറുദ്ദീൻ ഈ പ്രദേശം വീണ്ടും കീഴടക്കി. അപ്പോൾ ഇതൊരു പള്ളിയായിട്ട് അദ്ദേഹം വീണ്ടും ഇത് പുനഃസ്ഥാപിച്ചു. അതായത് മുസ്ലിം പള്ളിയായിട്ട് വീണ്ടും പുനഃസ്ഥാപിച്ചു. പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ അയ്യൂബിഡുകൾ, മാലിക്കുകൾ, ഓട്ടോമൻ സുൽത്താനുകാർ, ബ്രിട്ടീഷുകാർ, ജോർദാനിയർ എന്നിവർ ഒരുപാട് കാലഘട്ടം ഈ പള്ളിയിലൂടെ കടന്നു പോയതാണ്. കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഒരാളുടെ കയ്യിൽ നിന്ന് വന്നതല്ല ഈ സ്ഥലം. അതായത് ഈ ജെറുസലേം അല്ലെങ്കിൽ ഇസ്രയേൽ എന്നൊരു ഭാഗം ഒരാളുടെ കയ്യിൽ നിന്നിട്ടുള്ള ഒരു സ്ഥലമല്ല. ഒരുപാട് കാലഘട്ടങ്ങളിൽ ഇങ്ങനെ മറിഞ്ഞ് വന്ന ഒരു പള്ളിയാണ്. അപ്പോൾ അതിൻ്റേതായ പഴക്കങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിനുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോഴും അതൊരു ഒരു അസറ്റല്ല, ഒരു പുണ്യസ്ഥലമായിട്ട് മുസ്ലിങ്ങൾക്കായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവരിവിടെ വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഞാനിവിടെ പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു വിശുദ്ധ പുണ്യസ്ഥലമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. ആ പുണ്യസ്ഥലത്ത് നമ്മൾ ടൈമിംഗ് ഉണ്ട്, ഉള്ളിൽ കയറി വരാനുള്ളൊരു ടൈമിംഗ് ഉണ്ട് കേട്ടോ. അപ്പം ആ സമയം നോക്കിയിട്ട് കയറി വരിക. യുദ്ധത്തിൻ്റെ സമയത്തൊന്നും വരരുത്, ഇവിടെ പ്രശ്നം നടക്കുന്നതാണ്. പിന്നെ ഞാൻ കയറി വന്ന ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഡങ് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഞാൻ കയറി വന്നത്. പക്ഷേ ഡങ് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടി അല്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. ഇതിൻ്റെ ഉള്ളിൽ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് വേറെ ഗേറ്റാണ് ഇവർ ഉപയോഗിക്കുന്നത്. എൻട്രൻസ് വേറെയും എക്സിറ്റ് വേറെയുമാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണണം, അതായത് വിലാപമതിൽ ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പം വിലാപമതിൽ കാണണം എന്നുള്ളവർ പിന്നെയും തിരിച്ച് റിട്ടേൺ വന്നിട്ട് വേണ്ടവരും ചിലപ്പം വിലാപമതിൽ കാണാൻ വേണ്ടി അത് ശ്രദ്ധിക്കുക. മൗണ്ട് ടെമ്പിളിൻ്റെ ഉള്ളിൽ വരുമ്പം ഞാൻ വന്നത് 12:30 ആയപ്പോഴാണ്. അപ്പം അതിനുള്ള പെർമിഷൻ 12:30 to
12 മണി ടു എനിക്ക് തോന്നുന്നു 2:30 വരെ എങ്ങാണ്ടായിരുന്നു. 2 മണി വരെയാണ് പെർമിഷൻ ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ. മോർണിംഗ് എനിക്ക് തോന്നുന്നു 8 മണി തൊട്ട് 10 മണി 11 മണി വരെ എങ്ങാണ്ട്, അങ്ങനെ എങ്ങാണ്ട് 10 മണിയോ എത്ര വരെ എങ്ങാണ്ടാണുള്ളത്. കറക്റ്റ് സമയം എനിക്ക് എക്സാക്ട്ലി അറിയത്തില്ല. കാരണം വിൻ്ററിൽ വേറെ സമയം, സമ്മറിൽ വേറെ സമയമാണ്. ഞാൻ പറഞ്ഞു ഞാൻ 2.5 വർഷം വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ യുദ്ധത്തിൻ്റെ സമയം ആയതുകൊണ്ട് ചെറിയൊരു പേടിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കയറാനൊരു എന്താ പറയുക, ഇത് ഈ പോകുന്ന പോലെ തോക്ക് പിടിച്ചിട്ട് ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനും ഇങ്ങനെ ഉണ്ടാവും. ഞാൻ ഇങ്ങോട്ടേക്ക് എൻട്രൻസിലോട്ട് കയറി വരാൻ നേരത്ത് ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക, സിംഹക്കുട്ടിപ്പെട്ട ഒരു പൂച്ചേൻ്റെ അവസ്ഥയായിരുന്നു. ഞാൻ തനിച്ചേ ഉള്ളൂ ഷൂട്ട് ചെയ്യാൻ, ഞാൻ തനിച്ചാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നത്. ഒരു 10-15 പേര് എൻ്റെ ചുറ്റും നിന്നിട്ട് എവിടുന്നാ എന്താ എങ്ങനെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യക്കാരാന്ന് പറയുമ്പോൾ ഇവർക്കൊരു പ്രത്യേക ഒരു സ്നേഹവും ബഹുമാനവും നമ്മളോടുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വലിയ ഒരു ചെക്കിങ് ഉണ്ട്, പക്ഷേ ഒരു വലിയ ഒരു ക്വസ്റ്റ്യനിങ്ങും കാര്യങ്ങളൊന്നും ഇന്ത്യക്കാർ ഇവർ തരാറില്ല. ഈ ഇങ്ങനത്തെ പറയുന്ന പോലെ കുറേ ബ്ലാക്ക് ക്യാറ്റ്സ് പോലത്തെ സാധനങ്ങൾ, ഇങ്ങനെ ബ്ലാക്ക് ക്യാറ്റ്സ് അല്ല, അവർ ഇവിടെ സെക്യൂരിറ്റി ഗാർഡ്സാണ്, അത് ഫുള്ളിങ്ങനെ അതിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത്രയും എന്താ പറയുക, ഇസ്രായേലിലെ മുസ്ലിംസിൻ്റെ ആയാലും മതസ്ഥർക്കും വേണ്ടിയിട്ടുള്ള ഒരു വിശുദ്ധ ഭൂമി എനിക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളെയും കൂടി കാണിക്കാൻ പറ്റിയതിലും എനിക്ക് സന്തോഷമുണ്ട്. ഈ വഴിയാട്ടോ എക്സിറ്റ് അടിക്കുന്നത്, ഈ വഴി എൻട്രൻസ് ആണ്.